നെക്സ്റ്റ് പാർട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള ഒരു പാർട്ടുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, രണ്ടാമത്തെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, മൂന്നാമത്തേത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചാൽ ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. കാരണം ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുന്നത്? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്വഭാവം എടുത്താൽ കുറച്ച് കൂട്ടി പറഞ്ഞാൽ മതി. എല്ലാ പ്രോപ്പർട്ടിയും കുറച്ച് കൂട്ടി പറയാം. നമുക്കുണ്ടല്ലോ ഒരു കൂട്ടി പറച്ചില്. എന്ത് പറഞ്ഞാലും എന്താണ്, ഇപ്പൊ സാധാരണ എന്തെങ്കിലും ചെറിയൊരു മുറിവ് ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞാൽ കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും ആ മുറിവിന്റെ സൈസ് കൂടി വരും. അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി വളരെ എളുപ്പമാണ്. ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി. ഹൈലി, ഗ്രേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ സത്യത്തിൽ എന്തുമാത്രം പഠിച്ചാൽ മതി? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി മാത്രം പഠിച്ചാൽ മതി. സോ അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, each element in the diamagnetic material, each element in the diamagnetic material, diamagnetic material does not have any magnetic dipole moment, does not have any magnetic dipole moment, any magnetic dipole moment, any magnetic dipole moment. എന്താ ഒന്നും കൂടി പറയാം. ഈച്ച് എലമെന്റ്, അതായത് മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള ഏറ്റവും ചെറുതാണ് മാഗ്നറ്റിക് എലമെന്റ്. നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഏറ്റവും ചെറുത് ആറ്റം എന്നൊക്കെ പറയുന്നത് പോലെ മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള ഏറ്റവും ചെറുതാണ് മാഗ്നറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. Each element in the diamagnetic material does not have any magnetic dipole moment. Diamagnetic material ഉള്ള ഒരു മാഗ്നറ്റിക് എലമെന്റിനും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ മൊത്തം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഓരോ മാഗ്നറ്റിക് എലമെന്റിന്റെയും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് എനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിച്ച് repelled by magnetic field, അതെന്ത് ചെയ്യും? repelled by magnetic field. then magnetic field അതിനെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എങ്കിൽ നോർത്ത് സൗത്ത് ഉള്ള ഒരു ബാർ മാഗ്നറ്റ് രണ്ട് സൈഡിലും വെച്ച് കഴിഞ്ഞാൽ വിച്ച് റിപ്പൽസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിൽ നിന്നും റിപ്പൽ ചെയ്തു പോകും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്തു പോകും. അപ്പൊ രണ്ട് പ്രോപ്പർട്ടി ആയി. എന്തായിരുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി? ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് എനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. രണ്ടാമതോ വിച്ച് റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് when diamagnetic material is placed in a uniform magnetic field, it get magnetized in a feeble amount
in a feeble amount, opposite to the direction of applied field, opposite to the direction of applied field, opposite to the direction of applied field. അതായത് ഒരു ഫീൽഡിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇപ്പം ഞാനൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാന്ന് വിചാരിച്ചോ, ഞാനൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ നോർത്ത് പൊളാരിറ്റി ഉണ്ട്, ഇവിടെ സൗത്ത് പൊളാരിറ്റിയും ഉണ്ട്. ആ നോർത്ത് പൊളാരിറ്റിയും സൗത്ത് പൊളാരിറ്റിയും ഉള്ള അവിടെ ഞാനൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് മാഗ്നറ്റൈസ് ചെയ്യും ഇൻ എ ഫീബിൾ എമൗണ്ട്. ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് പൊളാരിറ്റി ആണെങ്കിൽ എൻ്റെ ഈ ഭാഗം സൗത്ത് പൊളാരിറ്റിയും, ഇവിടെ സൗത്ത് പൊളാരിറ്റി ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ എൻ്റെ ഈ ഭാഗം എന്തായിരിക്കും, നോർത്ത് പൊളാരിറ്റി. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. നാലാമത്തേത് ഫ്രീലി സസ്പെൻഡഡ്, ഫ്രീലി സസ്പെൻഡഡ്, ഫ്രീലി സസ്പെൻഡഡ്, freely suspended diamagnetic material, freely suspended diamagnetic material in a magnetic field, in a magnetic field align perpendicular to the direction of magnetic field, align perpendicular to the direction of magnetic field. ഞാനൊരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യാണ്, ഒരു നൂലിൽ കെട്ടി തൂക്കുക. അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് ഭാഗം ഇവിടെ സൗത്ത് പൊളാരിറ്റി ഉണ്ട്. ദെൻ അതിലിങ്ങനെ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ ആ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്ത് ടു സൗത്ത് ആയിരിക്കും, ആണല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യും. അതാ പറഞ്ഞേ എന്ത്, ഇൻ എ ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നും കൂടി പറയാം, ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ചെയ്യുക പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് in a non-uniform magnetic field, in a non-uniform magnetic field diamagnetic material, diamagnetic material, diamagnetic material, diamagnetic material move from stronger to weaker section, ഫീൽഡ് സ്ട്രെങ്ത് കൂടിയ ഭാഗത്ത് നിന്നും സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ, സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ, സ്ട്രോങ് ആയ ഭാഗത്ത് നിന്നും വീക്കായ ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യും. എന്താ പറഞ്ഞത്, ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം അല്ല, പോളില് സ്ട്രെങ്ത് കൂടുതലും പോളിൽ നിന്ന് അകന്തോറും ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അങ്ങനെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുന്നതെങ്കിൽ വിച്ച് മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ, വിച്ച് മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞ, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് എനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് റിപ്പൾഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി, അതിന്റെ പിക്ചർ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് ഇൻ എ ഫീബിൾ എമൗണ്ട് ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീലി സസ്പെൻഡഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ സെക്ഷൻ. ദെൻ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറാമത്തെ പ്രോപ്പർട്ടി, റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഓൾവേസ് ലെസ് ദാൻ 1. എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ്
always less than 1. അടുത്തത് magnetic susceptibility is small and negative. Magnetic susceptibility is small and negative. ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് magnetic susceptibility is small and negative. എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് property of the diamagnetic material does not depends on temperature. Property of the diamagnetic material does not depends on temperature. Property of the diamagnetic material does not depends on temperature. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ആദ്യം മുതൽ പറയാം. Each element in the diamagnetic material does not have any magnetic dipole moment. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് which repelled by magnetic field. അതിന്റെ പിക്ചർ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. Then മൂന്നാമത്തെ പ്രോപ്പർട്ടി when diamagnetic material is placed in the uniform magnetic field it get magnetized in a feeble amount opposite to the direction of applied field. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് freely suspended diamagnetic material in a magnetic field aligned perpendicular to the direction of magnetic field. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് in a non-uniform magnetic field diamagnetic material move from stronger to weaker section. അടുത്തത് relative permeability is always less than 1. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് magnetic susceptibility is small and negative. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് property of the diamagnetic material does not depends on temperature. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത് ആന്റിമണി. ഒന്നാമത്തെ എക്സാമ്പിൾ ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, Cu കോപ്പർ, then ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, സിൽവർ, വാട്ടർ, ആൽക്കഹോൾ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, വാട്ടർ, ആൽക്കഹോൾ. ഇത്രയും എന്തിന് ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഒന്നും കൂടി പറയാം. ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, സിൽവർ, വാട്ടർ, ആൽക്കഹോൾ. ഇതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി പറഞ്ഞു. അത് പറയുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈച്ച് എലമെന്റ് ഇൻ ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ have dipole moment, but net dipole moment is zero. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ പറഞ്ഞത് each element in the diamagnetic material does not have any magnetic dipole moment എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് each element in the diamagnetic material have dipole moment. എല്ലാ മാഗ്നറ്റിക് എലമെന്റിനും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ്, മൊത്തം ആ ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എടുക്കുന്ന സമയത്ത് മൊത്തം ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഈച്ച് എലമെന്റ് ഇൻ ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ
does not have any magnetic dipole moment, but അവിടെ does not have any magnetic dipole moment എന്നാ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ each element in the paramagnetic material have dipole moment, but net dipole moment is 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് which have weak attraction towards the paramagnetic material, ഇപ്പൊ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കാം. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പുറത്ത് നമ്മൾ നോർത്ത് സൗത്ത് ഭാഗത്തുള്ള ഒരു ഫീൽഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ വീക്ക് അട്രാക്ഷനേ ഉള്ളൂ. വീക്ക് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിച്ച് ഹാവ് വീക്ക് അട്രാക്ഷൻ ടുവേർഡ്സ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞു. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഈച്ച് എലമെന്റ് ഇൻ ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ് but net dipole moment is 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് which have weak attraction towards the paramagnetic material. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് when paramagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount in the direction of magnetic field. Diamagnetic മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള? when diamagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount opposite to the direction of magnetic field ആയിരുന്നു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ആദ്യത്തെ മൂന്ന് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞേ. ഈച്ച് എലമെന്റ് ഇൻ ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ് ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. രണ്ടാമത്തേതോ which have weak attraction towards the paramagnetic material. നമ്മൾ എന്ത് ചെയ്തു? പിക്ചർ വരഞ്ഞു. then മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് when paramagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount in the direction of magnetic field. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് freely suspended paramagnetic material in a magnetic field aligned in the direction of magnetic field. എന്താ ഒന്നും കൂടി പറഞ്ഞേ? freely suspended paramagnetic material in a magnetic field aligned in the direction of magnetic field. ഒന്നും കൂടി പറയാം. freely suspended paramagnetic material in a magnetic field aligned in the direction of magnetic field. നേരത്തെ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു ഏതിലെ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇവിടെ എന്താ പറഞ്ഞത്? ഫ്രീലി സസ്പെൻഡഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ഇൻ ദ ഡിറക്ഷൻ. അതായത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ നൂലിങ്ങനെ കെട്ടി തൂക്കിയിട്ടാൽ ഏത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ എന്ത് ചെയ്യും?
പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ അലൈൻ ചെയ്ത് നോക്കും. അപ്പൊ ആദ്യം 4 പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. ഈച്ച് എലമെന്റ് ഇൻ ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ് ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ്. മൊത്തം ഡൈപോൾ മൊമെന്റ് കൂട്ടുമ്പോൾ ആ മെറ്റീരിയലിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. വിച്ച് ഹാവ് വീക്ക് അട്രാക്ഷൻ ടുവേർഡ്സ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ദെൻ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും? വിച്ച് ഹാവ് വീക്ക് അട്രാക്ഷൻ towards the magnetic material, which have magnetic field have എന്ന് എഴുതാം. magnetic field have weak attraction towards the paramagnetic material. When paramagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount in the direction of magnetic field. നാലാമത്തെ പോയിന്റ്, freely suspended paramagnetic material in a magnetic field aligned in the direction of magnetic field. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് in a non-uniform magnetic field, in a non-uniform magnetic field, in a non-uniform magnetic field, it move from paramagnetic material move from weaker to stronger section, weaker to stronger section, weaker to stronger section, weaker to stronger section. എന്തൊന്നും കൂടി പറയാം. in a non-uniform magnetic field it move from weaker to stronger section. ഒന്നും കൂടി പറയാം. in a non-uniform magnetic field it move from weaker to stronger section. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റത്തെ പോയിന്റ്, each element in the paramagnetic material have dipole moment but net dipole moment is 0. നോൺ യൂണിഫോം മാഗ്നറ്റിക്, ഇതിന്റെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇന്ന നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോളിൽ സ്ട്രെങ്ത് കൂടുതലും പോളിൽ നിന്ന് അകലും തോറും അതിന്റെ സ്ട്രെങ്ത് കുറയും. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഫീൽഡ് വീക്കായ സ്ഥലത്ത് നിന്നും ഫീൽഡ് സ്ട്രോങ് ആയ പ്ലേസിലേക്ക് എന്ത് ചെയ്യും? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ചെയ്യും. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, always greater than 1 and small value, relative permeability is always greater than 1 and small value. ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. നേരത്തെ എന്തായിരുന്നു? സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിരുന്നു, ഇവിടെ സ്മോൾ ആൻഡ് പോസിറ്റീവ്. എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, പ്രോപ്പർട്ടി ഓഫ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, പ്രോപ്പർട്ടി ഓഫ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ 8 പ്രോപ്പർട്ടി ആയി. ദെൻ ലാസ്റ്റത്തെ 3 പ്രോപ്പർട്ടി ഒന്നുകൂടി പറയാം. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് always greater than 1 and small value. Then diamagnetic material always less than 1 ആയിരുന്നു, ഇവിടെ always greater than 1 and small value. Magnetic susceptibility is small and positive. Property of the paramagnetic material depends on temperature. Example എന്ന് പറയുന്നത് അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, ടങ്സ്റ്റൺ, ത്രിമതി. ഓക്കെ, ഏതൊക്കെയാ പറഞ്ഞത്? അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, ടങ്സ്റ്റൺ. ഒന്നും കൂടി പറയാം. അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, ടങ്സ്റ്റൺ. അപ്പോൾ നമ്മൾ ഓരോ പ്രോപ്പർട്ടി കമ്പയർ ചെയ്യാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായിരുന്നു? ഡസ് നോട്ട് ഹാവ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ എന്ത് പറഞ്ഞു? ഹാവ് ഡൈപോൾ മൊമെന്റ് ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. ഇവിടെ നേരത്തെ എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഹാവ് വീക്ക് റിപ്പൾഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ടുവേർഡ്സ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇവിടെ എന്തായി? മാഗ്നറ്റിക് ഫീൽഡ് ഹാവ്
weak attraction towards the paramagnetic material. ഇവിടെയോ when get magnetized in a feeble amount, opposite the direction of magnetic field ആയിരുന്നു diamagnetic material. Paramagnetic material it get magnetized in a feeble amount in the direction of magnetic field ആയിരുന്നു. Then in a freely suspended diamagnetic material in a magnetic field, diamagnetic material ആണെങ്കിൽ align perpendicular to the direction of magnetic field. Paramagnetic material ആയപ്പോൾ align in the direction of magnetic field. In a non-uniform magnetic field, diamagnetic material move from stronger to weaker section ആണെങ്കിൽ paramagnetic material move from weaker to stronger section. Then relative permeability is always less than 1 ആയിരുന്നു ഏതിൽ diamagnetic material എങ്കിൽ ഇവിടെ always greater than 1 and small value ആണ്. Then magnetic susceptibility diamagnetic material small and negative ആണെങ്കിൽ paramagnetic material small and positive ആണ്. Property does not depends on temperature ആയിരുന്നു diamagnetic material എങ്കിൽ property depends on temperature ആണ്. കുഴപ്പം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ പഠിക്കണം. ഏതൊക്കെയാ? അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, ടങ്സ്റ്റൺ. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ അടുത്ത് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഞാനിവിടെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ എങ്ങനെ ചേഞ്ച് വരുത്താം ഞാൻ പറഞ്ഞിരുന്നു. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി എന്ന് തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ എങ്ങനെ ചേഞ്ച് വരുത്താന്ന് പറയാം. വളരെ പെട്ടെന്നുണ്ട്. സോ ഫസ്റ്റ് ഈച്ച് എലമെന്റ് ഇൻ ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് എന്താക്കി മാറ്റണം? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കി മാറ്റണം. വേറെ ഇങ്ക് കൊണ്ട് എഴുതുക എന്നാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ്. ദെൻ ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. ചെറിയൊരു ചേഞ്ച്. ഹാവ് ഡൈപോൾ മൊമെന്റ്. ഈച്ച് ഡൊമെയിൻ ഹാവ് ഡൈപോൾ മൊമെന്റ്. ഈച്ച് ഡൊമെയിൻ ഹാവ് ഡൈപോൾ മൊമെന്റ്. have dipole moment, but net dipole moment is 0. 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 First the property എന്താ പറഞ്ഞത്? Each element in the ferromagnetic material have dipole moment. Each domain have dipole moment. അതായത് എല്ലാ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എല്ലാ മാഗ്നറ്റിക് എലമെന്റ്സിനും എന്തുണ്ട്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും എന്തുണ്ട്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാം നടത്തി. ക്വസ്റ്റ്യൻസ് നടത്തി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, ചില ആളുകൾക്ക് പോസിറ്റീവ് ഉണ്ടാവും. ദെൻ എല്ലാവർക്കും മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചോ. അതായത് ഫസ്റ്റത്തെ കേസിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ആർക്കും മാർക്കില്ല, എല്ലാവർക്കും 0 ആണ്. എല്ലാ കുട്ടികൾക്കും 0 ആണ് മാർക്ക്. എന്നാൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയപ്പോൾ എല്ലാവർക്കും മാർക്ക് ഉണ്ട്. അതായത് ഓരോരുത്തർക്കും മാർക്ക് ഉണ്ട്. ചില ആളുകൾക്ക് പോസിറ്റീവാണ്, ചില ആളുകൾക്ക് നെഗറ്റീവാണ്. പക്ഷെ മൊത്തം ആളുകളുടെ മാർക്ക് കൂട്ടിയപ്പോൾ 0 ആയിട്ട് മാറി. അതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആവുന്ന സമയത്ത് എല്ലാവർക്കും മാർക്കുണ്ട്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എല്ലാവർക്കും മാർക്കുണ്ട്. ഇനി ഒരു ബെഞ്ചിലുള്ള എല്ലാവരുടെ മാർക്ക് കൂട്ടി, അപ്പോഴും ഒരു പെർട്ടിക്കുലർ മാർക്കുണ്ട്. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷേ എല്ലാ ബെഞ്ചും ആഡ് ചെയ്തപ്പോൾ മൊത്തം ആ ക്ലാസിന്റെ മാർക്ക് എന്താണ്? 0 ആണ്. കാര്യം ഓടി എന്ന് വിചാരിക്കുന്നു. ഈച്ച് എലമെന്റ് ഹാവ് ഡൈപോൾ മൊമെന്റ്. ഈച്ച് ഡൊമെയിൻ ഹാവ് ഡൈപോൾ മൊമെന്റ്. ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ്. ഡൊമെയിൻ ഹാവ് ഡൈപോൾ മൊമെന്റ്. ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. ഒന്നും കൂടി പറയാം. ഈച്ച് എലമെന്റ് ഇൻ ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ്. ഈച്ച് ഡൊമെയിൻ ഹാവ് ഡൈപോൾ മൊമെന്റ്. ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. അടുത്തത് പറയുന്നത് magnetic field have strong attraction towards ferromagnetic material. Strong attraction towards ferromagnetic material. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്?
magnetic field have strong attraction towards magnetic ferromagnetic material. നേരത്തെ ആകെ 3 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതിലൂടെ കുറേ എണ്ണം വരെയാണ്, കുറേ എണ്ണം ഉണ്ടാവും. Then strong attraction towards the magnetic material, കുറേ എണ്ണം ഉണ്ടാവും. അതാണ് എന്ത് ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ ഫെറോമാഗ്നറ്റിക്. അപ്പൊ 2 പോയിന്റ്സ് പറഞ്ഞു. ഒന്നാമത് ഈച്ച് എലമെന്റ് ഇൻ ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് ഡൈപോൾ മൊമെന്റ്, ഈച്ച് ഡൊമൈൻ ഹാവ് ഡൈപോൾ മൊമെന്റ്, ബട്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഈസ് 0. രണ്ടാമതോ മാഗ്നറ്റിക് ഫീൽഡ് ഹാവ് സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. അടുത്തത് when, മൂന്നാമത്തെ പോയിന്റ്, when ferromagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount എന്ന് പറഞ്ഞാൽ കുറച്ചാണ്, ലാർജ് amount in the direction of magnetic field. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, when ferromagnetic material is placed in the uniform magnetic field, it get magnetized in the large amount in the direction of magnetic field. അടുത്ത പോയിന്റ് ആയിട്ട് freely suspended ferromagnetic material, freely suspended ferromagnetic material in the magnetic field align in the direction of magnetic field. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, as fast as possible എന്ന് എഴുതാം. as fast as possible, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് അലൈൻ ചെയ്ത് നിൽക്കും. നേരത്തെ വളരെ സ്ലോ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വളരെ പെട്ടെന്ന് അലൈൻ ചെയ്ത് നിൽക്കും. അപ്പൊ എന്താ പറഞ്ഞത്, ഫ്രീലി സസ്പെൻഡഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ in the direction of magnetic field as fast as possible. അടുത്തത് in a non-uniform magnetic field it move from weaker to stronger section as fast as possible, as fast as possible. ഇതിൽ അത് മാത്രം കൂട്ടിച്ചേർത്ത് as fast as possible. ഓക്കെ ആണോ? അപ്പോൾ 2 പോയിന്റ്സ് പറഞ്ഞു. അടുത്ത റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് നേരത്തെ സ്മോൾ വാല്യൂ ആയിരുന്നു, കൂട്ടി പറയണമെന്ന് പറഞ്ഞിരുന്നു ലാർജ് വാല്യൂ. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് always greater than 1 and large value. Magnetic susceptibility is large and positive. നേരത്തെ small and positive ആയിരുന്നു, ഇവിടെ magnetic susceptibility is large and positive. Property of the ferromagnetic material highly depends on temperature. നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും, highly depends on temperature. ഇത്രയും ചേഞ്ച് ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി, കൂട്ടി പറഞ്ഞാൽ മതിയല്ലോ. സോ അപ്പൊ നമ്മൾ എന്തൊക്കെയോ ഒന്നും കൂടി പറയാം. Each element in the ferromagnetic material have dipole moment, each domain have dipole moment, but net dipole moment is 0. രണ്ടാമത്തെ പോയിന്റ്, magnetic field have strong attraction towards ferromagnetic material. പിക്ചർ വരഞ്ഞു. അടുത്തത് when ferromagnetic material is placed in the uniform magnetic field, it get magnetized in a feeble amount, feeble amount അല്ല, large amount in the direction of magnetic field. അടുത്തത് freely suspended ferromagnetic material in a magnetic field align in the direction of magnetic field as fast as possible. അടുത്തത് in a non-uniform magnetic field it move from weaker to stronger section as fast as possible. അടുത്തത് relative permeability is always greater than 1 and large value. അടുത്തത് magnetic susceptibility is large and positive. അടുത്തത് property highly depends on temperature. എക്സാമ്പിൾ പഠിക്കണം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നിക്കൽ, കൊബാൾട്ട്, അയൺ 3 എണ്ണം. ഏതൊക്കെയാണ്? നിക്കൽ, കൊബാൾട്ട്, അയൺ 3 എണ്ണം. നിക്കൽ, കൊബാൾട്ട്, അയൺ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു. ഏതായിരുന്നു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ പറഞ്ഞത്? ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, സിങ്ക്, ഗോൾഡ്, സിൽവർ, ആൽക്കഹോൾ, വാട്ടർ. എന്നാൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലോ അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ടങ്സ്റ്റൺ.
ഇവിടെ 3 എണ്ണമാണ് പറഞ്ഞത്. നിക്കൽ, കൊബാൾട്ട്, അയൺ. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യും. ഇനി അതിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്തതും ഒന്നിനു മാത്രം ഉള്ളതൊക്കെ ഉള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എക്സ്ട്രാ പറയാനുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തൊന്ന് ഒരു ലോ പറയാറുണ്ട്. അത് പറയാം നെക്സ്റ്റ്. ഫസ്റ്റ് പറയുന്നത് മീസ്നർ ഇഫക്റ്റ് ആണ്. മീസ്നർ ഇഫക്റ്റ്. മീസ്നർ ഇഫക്റ്റ് എന്താ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്? മീസ്നർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. Property of the diamagnetic material. Property of the diamagnetic material. Diamagnetic material to show superconductivity. To show superconductivity. എന്ത് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ at absolute temperature which does not show any resistance to electric current. ഇലക്ട്രിക് കറണ്ടിൽ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. അതിനെയാണെന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വിച്ച് ഷോസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ആ ഒരു ഇഫക്റ്റിന് പറയുന്ന പേരാണ് മീസ്നർ ഇഫക്റ്റ്. അപ്പൊ എന്താ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ to show superconductivity. എന്താ ഒന്നും കൂടി പറഞ്ഞേ? മീസ്നർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഷോ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമേ കാണിക്കുള്ളൂ, സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. സോ മീസ്നർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഷോ സൂപ്പർ കണ്ടക്ടിവിറ്റി. രണ്ടാമത് പറയുന്നത് ക്യൂറീസ് ടെമ്പറേച്ചർ ആണ്. ക്യൂറീസ് ടെമ്പറേച്ചർ. Curie's temperature is the temperature at which Curie's temperature is the temperature at which transition between ferromagnetic material and ferromagnetic material and paramagnetic materials occurs. Paramagnetic material occurs. അതായത് നമ്മൾ പറഞ്ഞു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെയും പ്രോപ്പർട്ടി ഒന്ന് കൂട്ടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനെയാണെന്ന് പറയുന്നത് ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ക്യൂറീസ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് transition between ferromagnetic material and paramagnetic materials occurs. ഒന്നും കൂടി പറയാം. അപ്പൊ എന്തായിരുന്നു മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്? മീസ്നർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഷോ സൂപ്പർ കണ്ടക്ടിവിറ്റി. രണ്ടാമത് ക്യൂറീസ് ടെമ്പറേച്ചർ പറഞ്ഞു. എന്താ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ക്യൂറീസ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് occurs. അടുത്തത് പറയുന്നത് ക്യൂറീസ് ലോ ആണ്. ക്യൂറീസ് ലോ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ലോ സ്റ്റേറ്റ് ചെയ്യണം. ഞാൻ തൽക്കാലം ഇവിടെ ഇക്വേഷൻ എഴുതുന്നുള്ളൂ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് directly proportional to magnetic field strength and inversely proportional to temperature. ഒന്നും കൂടി അതിന്റെ ലോ പറയാം. Intensity of magnetization of magnetic material is directly proportional to magnetic field strength and inversely proportional to temperature. ഒന്നും കൂടി പറയാം.
intensity of magnetization of magnetic material is directly proportional to magnetic field strength and inversely proportional to temperature. So I is proportional to B by T. I is proportional to B by T. ഇതാണ് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. So I is proportional to B by T. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് B is equal to μ0H എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പെർമിയബിലിറ്റിയുടെ കേസിൽ പഠിച്ചതാ. B is equal to μ0H അല്ലെങ്കിൽ μH. ഇതിൽ നിന്നും B is proportional to H കൊടുത്താൽ നമുക്ക് ഇവിടെ Bക്ക് പകരം എന്ത് കൊടുക്കാം? H കൊടുക്കാം. So I is proportional to Bക്ക് പകരം H കൊടുത്തു divided by T. Then ഈ H ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ I by H is proportional to 1 by T. Then എന്താ I by H എന്ന് പറയുന്നത്? Intensity of magnetization divided by magnetizing force. Magnetic susceptibility ആണ്. So magnetic susceptibility is inversely proportional to temperature. അതാണ് അടുത്ത ലോയുടെ ഇക്വേഷൻ, അതായത് ക്യൂറിയസ് ലോയുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയി. ഒന്നാമത് I is proportional to B by T, രണ്ടാമത് chi is proportional to 1 by T. Magnetic susceptibility of the magnetic material is inversely proportional to temperature. Chi is equal to C divided by T. C എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്. C എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ്. C എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? ക്യൂറീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയൽ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ക്യൂറീസ് കോൺസ്റ്റന്റ് എന്തിനാ? ഒരു മെറ്റീരിയലിന്റെ ക്യൂറീസ് കോൺസ്റ്റന്റ് അല്ല വേറൊരു മെറ്റീരിയൽ, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് മീസ്നർ ഇഫക്റ്റ് പറഞ്ഞു. എന്താ മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്നത്? മീസ്നർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ടു ഷോ സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്താ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ക്യൂറീസ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒക്കേഴ്സ്. അടുത്ത ക്യൂറീസ് ലോ പറഞ്ഞു. എന്തായിരുന്നു ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് directly proportional to magnetic field strength and inversely proportional to temperature. രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. I is proportional to B by T, chi is inversely proportional to T. So chi is equal to C by T. C എന്ന് പറയുന്നത് ക്യൂറീസ് കോൺസ്റ്റന്റ് ആണ്, which only depends on the material. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഈ മൂന്നെണ്ണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം.